ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ എനിക്ക് മക്കൾക്ക് സുഖമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇപ്പോ എന്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാണെന്ന് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാനും ഒക്കെയാണ്. പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള എന്റെ മക്കളുടെ കരിവാരി തേച്ച് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഷാജിദ ചേച്ചിയുടെ ആറാട്ടാണല്ലേ. ഒരു ഭാഗത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജസ്ന മതം ഉപേക്ഷിക്കുന്നു, പ്രശ്നേഷിൻ്റെ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാറക്കിടപ്പിലൂടെ നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാടല്ലേ എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു വശത്ത് കിടന്ന് ആറാടുകയാണ് നമ്മുടെ ഷാജിദ ചേച്ചി. എന്താണ് ഷാജിദ ചേച്ചി എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു തമാശയായിട്ടാണ്, വേറെ ഒന്നുമല്ല. ഷാജിദയുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഷാജിദയെ റിയാക്ഷൻ വീഡിയോയിലൂടെ എതിർത്ത എല്ലാവർക്കെതിരെയും സൈബർ കേസ് കൊടുക്കുകയും സൈബറിൽ കേസ് കൊടുത്തിട്ട് എല്ലാവരെയും വരുത്തിച്ച് അവരുടെ വീഡിയോസൊക്കെ റിമൂവ് ചെയ്യിക്കും. അല്ല, നിങ്ങളായിട്ട് തന്നെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ കൊള്ളാം, നല്ല കാര്യം എന്നൊക്കെയാണ് ഷാജിദ പറയുന്നത്. അപ്പം നമ്മൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ വീഡിയോയിലും ഷാജിദയോട് പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കൂ, ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ നിന്ന് നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട്, ഒക്കെ മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. ഈ ഒരു ഭീഷണി വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ എനിക്കുള്ള ഭീഷണി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഷാജിദയുടെ വീഡിയോസും ലൈവുകളും ഒക്കെ എടുത്ത് സൈബറിൽ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ശിക്ഷ കിട്ടുക ഷാജിദയ്ക്കായിരിക്കും. അതായത് സ്വന്തം ഉമ്മയുടെ ഷഡ്ഡി ഡാൻസ് വരെ ലൈവിലൂടെ, അതായത് വീഡിയോസ് ഇട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ നാട്ടിച്ച ഷാജിദയ്ക്ക് ഉറപ്പായിട്ടും അതിനുള്ള ശിക്ഷ ലഭിക്കും. അതുപോലെ തന്നെ ഉമ്മ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇത്രമാത്രം ഉമ്മയെ അപമാനിക്കുന്നതിൻ്റെ പേരിൽ കേസ് കൊടുത്താൽ, അതുപോലെ തന്നെ നമ്മുടെ സഫീന ബീവി, ഓരോ യൂട്യൂബേഴ്സിൻ്റെ പേരെടുത്ത് പറഞ്ഞ് എല്ലാവരും നമ്മുടെ ഷാജിദ പറയുന്നത്, നിന്റെ കർണം അടിച്ച് പൊട്ടിക്കും, ഞാൻ അങ്ങോട്ട് വരും, ഞാൻ തിരക്കി വരും, നിന്റെ കർണം അടിച്ച് പൊട്ടിക്കുന്ന, ഈ കർണം അടിച്ച് പൊട്ടിക്കുക എന്നൊക്കെ പറയുക. ലൈവിലൂടെ വന്നത് ഇങ്ങനെ കോരക്കോരം വിളിച്ച് പറയുന്നില്ലേ, അത് പച്ചത്തെറികൾ പറയുക, കുട്ടികളെ ഉൾപ്പെടുത്തി ഗുണ്ടായിസം കാണിക്കുക. ഇതൊക്കെ നല്ല കാര്യമാണെന്നാണോ ഷാജിദ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ തനിക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു കൈ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള 4 വിരലും ഒരു വിരൽ നമ്മൾ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലും നമ്മളിലേക്കാണ് ചൂണ്ടപ്പെടുന്നത്. ഇത്രമാത്രം കുറ്റം കാണിച്ചു വെച്ചിട്ടാണ് റിയാക്ഷൻ വീഡിയോസ്, അതായത് ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് വിമർശിച്ച് പറയുന്നതിൻ്റെ പേരിൽ കേസ് കൊടുക്കും, അവരെ ചാനൽ പൂട്ടിക്കും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷാജിദ. അപ്പോൾ ഷാജിദ പറഞ്ഞ വീഡിയോ ക്ലിപ്പിംഗ് നമുക്കൊന്ന് കാണാം, കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ എനിക്ക് മക്കൾക്ക് സുഖമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇപ്പോ എന്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാണെന്ന് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാനും ഒക്കെയാണ്. പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള എന്റെ മക്കളുടെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ എളാമാന്റെ മോൻ സിനാനെ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സിഐനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറുള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട്, അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും. ഇത്രയും ആൾക്കാരുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളായിട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കേസ് വരും. ഷാജിദ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പച്ചിറച്ചി തിന്ന് ജീവിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നിട്ട് ഷാജിദയാണ് മറ്റുള്ളവരെ എല്ലാ വീഡിയോസിൽ പേരെടുത്ത് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തി. ഓക്കെ, എന്തായാലും ഷാജിദയുടെ ഈ വീഡിയോസും ലൈവുകളും ഒക്കെ കണ്ടിട്ടായിരിക്കണം ഷാജിദയുടെ പേരിൽ, അതായത് മക്കളെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ പേരിൽ, ഇത്തരത്തെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ നേരിട്ട് തന്നെ കേസെടുക്കുക. അതായത് ഒരു കൂട്ടം ആളുകൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഷാജിദ ഇത്രമാത്രം ഇങ്ങനെയായിട്ട് എന്തുകൊണ്ടാണ് ഷാജിദയുടെ പേരിൽ ഒരു തരത്തിലുള്ള വിമർശനവും ഇല്ലാത്ത. നമുക്കൊക്കെ ലൈവിൽ കുഞ്ഞുങ്ങളുടെ ഒന്ന് കൂടെ തന്നെ ഇരിക്കുമ്പോൾ കാണിക്കുന്നതന്നെ ഭയങ്കര ബുദ്ധിമുട്ട്, പേടിയാണ്. നമുക്ക് സ്ട്രൈക്ക് കിട്ടും, അങ്ങനെയൊക്കെയുള്ള പേടിയുണ്ട്. പക്ഷേ നമ്മുടെ ഷാജിദയ്ക്ക് അങ്ങനെ യാതൊരുവിധ ടെൻഷനും ഇല്ല, ഒരു തരത്തിലുള്ള പേടിയൊന്നും ഞങ്ങൾ കാണുന്നില്ല. അപ്പം അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് പുറത്തിറക്കുന്നുണ്ട്, ഒരു ലേബലും ഇല്ല, ഒരു ലൈസൻസും ഇല്ല. ഷാജിദ ഫേസ് ക്രീം
അല്ലേ? എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കണ്ണിൻ്റെ അടിയിലുള്ള പാടൊക്കെ മാറും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഷാജിയുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ പാട് കാണുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ക്രീം ആളുകൾ ഇത്രയും, അതായത് 1000 രൂപയാണ് അതിൻ്റെ വില. ഇപ്പോൾ ഓഫറുണ്ട്, 800 രൂപയ്ക്കാണ്ട് കിട്ടുന്നുണ്ട്, 999 രൂപ. അതിലിപ്പോൾ 800 രൂപയ്ക്കാണ്ട് കിട്ടുന്നുണ്ട് ഓഫറിൻ്റെ പേരിൽ. ഇത് 90ഓളം കണ്ട് വിറ്റഴിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത്രയും വിറ്റഴിച്ചത് സത്യം പറഞ്ഞാൽ ആളുകൾ അത്ര വിഡ്ഢികളാണോ? ഒരു തരത്തിലുള്ള ഒരു ലേബലും ഇല്ല, ഒരു ഇതും ഇല്ലാതെ, ഒരു ലൈസൻസും ഇല്ലാതെ, ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും ഇല്ല, ചുമ്മാ ജസ്റ്റ് അങ്ങ് വാങ്ങിക്കുകയാണ്. ഒരു എന്താ ലേബലുള്ള കമ്പനിയോ ഒന്നിൻ്റെ അല്ല, ഷാജിദയായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സംഭവമാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ ഷാജിദ പറയുന്നത് ഷാജിദയ്ക്ക് കാസർഗോഡുള്ള ഒരു യൂണിറ്റ് കൊടുക്കുന്നതാണ്, 10% ഷാജിദയ്ക്ക് ഇതിൽ നിന്നുള്ള കമ്മീഷൻ എന്ന് ഷാജിദ പറയുന്നുണ്ട്. ഷാജിദയ്ക്കെതിരായിട്ടൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ക്രീമിൻ്റെ പേരിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ എന്താ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ പേരിലൊക്കെ ഒരു ക്ലിപ്പിംഗ് പുറത്തു വന്നിട്ട് വെച്ചാൽ അവർ സ്വമേധയായിട്ട് അവർ കേസിന് പോവുകയാണ്. അതായത് എന്തെങ്കിലും ആരെങ്കിലും ഇടപെട്ടാൽ മാത്രമേ ഇവരുടെ ഒരു ചെറിയൊരു ഇത് ഇവർക്ക് ഒന്നെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള വിവരമില്ല. മീൻസ് ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള സീരിയസ്നെസ് അറിയില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പം എന്നെ പൊങ്കാലിടാൻ വരുന്നത് സാധാരണ സ്ത്രീയാണ്, ഒരു പാവപ്പെട്ടവളാണ്, 5 മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ്, വിധവയാണ്, അവളെ വിറ്റ് നീ എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ പൊങ്കാലിടാൻ വരരുത്. എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കാണാം, ആ ഒരു ക്ലിപ്പിംഗ് ഒന്ന് കണ്ടിട്ട്. തെറി വിളിക്കുന്നു, കുട്ടികളെ ഗുണ്ടകളായി വളർത്തു എന്ന് പറയുന്നു. ഇത് ശരിക്കും ഇതിന് കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. സാമൂഹ്യ ദ്രോഹമാണ് ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത, അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാനുള്ള ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാൻ വായിച്ചു, ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പേറ്റന്റ് ഇല്ലാതെ, ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ, ചാന്ദിനി ചൗക്കിൽ 110 രൂപയ്ക്കും 160 രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകൾ, സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകൾ സ്വന്തം പേരിൽ, ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരിൽ ഒരു സാധനം ട്രേഡ് മാർക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ആ പേരിൽ ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. ആ ക്രീം ഇടുന്നതിന് മുമ്പ് 450 രൂപയുടെ ക്രീം 900, 1000 രൂപയ്ക്ക് വിൽക്കുന്നു. ശരി, അവർ ജീവിച്ചോട്ടെ. പക്ഷെ അവർ സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശമുണ്ട്, ഇവരുടെ ചാനൽ പൂട്ടാനുള്ള. അതിന് ഒരു ശക്തമായ നടപടി തന്നെ വേണ്ടി വരും. കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും തെറി വിളിക്കുന്നതും, പിന്നെ നാട്ടുകാരോട് പറയുക അമ്മയെ കൊണ്ട് നോക്കിക്കോളാന്. ഇവളുടെ ഈ സ്ത്രീയുടെ അമ്മയെ നോക്കലാണോ നാട്ടുകാരുടെ ജോലി? പ്രസവിച്ച് അവർ ഇത്രയും വളർത്തിയത് ഇവളെയല്ലേ, അതോ നാട്ടുകാരെയാണോ? ഗുണ്ടയ്ക്ക് വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരും. ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി, അതിനെതിരായിട്ട് ഒരു ശക്തമായ നടപടി കോടതി എടുക്കണം. അതിന്റെ കേസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ഒരു സംഘം ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സംഘടനയുണ്ട് ഇവിടെ. നമ്മൾക്ക് സോഷ്യൽ, അതായത് നമുക്ക് സമൂഹത്തിനോടൊരു ബാധ്യതയുണ്ട്. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവര് ഇത് കേട്ട് രസിക്കുന്നു, ചിരിക്കുന്നു, കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. നാളെ 15 പേര് അല്ലെങ്കിൽ 150 പേര് ഇത് കേൾക്കുമ്പോൾ അതിനകത്ത് ഒരു 50 പേര് ബുദ്ധിയില്ലാത്തവര് ഇതൊക്കെ തന്നെ ചെയ്യും. പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് എന്താണ്, വിവരമില്ലായ്മയാണോ, എന്താണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇത് കോടതി മുഖാന്തരം തന്നെ ഇവളുടെ പേരിൽ നിയമ നടപടി എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിനൊരു നിയമസഹായം തേടിയിട്ടുണ്ട്. തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവരൊക്കെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. വിവരക്കേടാണത്. പുള്ളിക്കാരി തന്നെ ജയിലിൽ പോകാനും ഈ ചാനൽ പൂട്ടാനുള്ള എല്ലാ ഇതുകളും അതിനകത്തുണ്ട്. ഇത്രയും കണ്ടന്റ് തന്നെ മാത്രം മതി അവളുടെ ചാനൽ പൂട്ടാനായിട്ട്. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് കേട്ടോ. ഷാജിദ ഇങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്രീം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഷാജിദ അതിനൊരു ഇത് കൊടുക്കുന്നുണ്ട്, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല, എൻ്റെ ഇതിലുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. എൻ്റെ ബ്രാൻഡിൽ ഞാൻ ഇറക്കിയതാണ്. നോ സൈഡ് എഫക്റ്റ് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, നോ സൈഡ് എഫക്റ്റ്. അതുപോലെ തന്നെ റിസൾട്ട് വിത്തിൻ 7 ഡേയ്സ്. ഓക്കെ, 7 ഡേയ്സിൽ നമുക്ക് റിസൾട്ട്. സത്യമാണ്, 7 ഡേയ്സിൽ എനിക്ക് റിസൾട്ട് കിട്ടി. കാര്യം ക്രീം ലൈസൻസ് ഉണ്ടോ? ക്രീം ഞാൻ എൻ്റെ ക്രീമല്ല, അത് ഞാൻ വീട്ടിൽ കളറുന്ന ക്രീമല്ല, അത് ദുബായ് മിക്സിങ് ക്രീമാണ്. അതിൻ്റെ ആൾക്കാർ കാസർഗോഡത്തെ ആൾക്കാരാണ്. വർഷങ്ങളായിട്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ നിന്നാണ് ഞാൻ ക്രീം എടുത്തിട്ട് വിൽക്കുന്നത്. അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. എൻ്റെ ആർക്കെങ്കിലും അറിയണം? അത് എൻ്റെ കയ്യിലല്ല, ഞാൻ ഉണ്ടാക്കുന്ന ക്രീമല്ല, ഞാൻ വീട്ടിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ക്രീമല്ല. ദുബായ് മിക്സിങ് ക്രീം കാസർഗോട്ടുകാരെ അതിൻ്റെ ഓണേഴ്സ്. ഞാനത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഓൺലൈനിലായിട്ട് വിൽക്കുന്നു. അതിലെനിക്ക് 10%, എനിക്കതിൽ കുറച്ച് പൈസ കിട്ടുന്നു, അത്രേ ഉള്ളൂ. ആ ബിസിനസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. സംഭവം എനിക്ക് പേഴ്സണലി നല്ല ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ എന്നെപ്പോലെ ഒരുപാട് സ്റ്റാഫുകളും വേറെയുള്ള ഒരു ജോലിക്ക് പോകുന്നവരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിന് അവർക്കും കൂടി ഞാനത് സജസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ സംഭവം
വെളുത്തിട്ട് പാറുന്ന ക്രീമല്ല, നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട് കാര്യങ്ങൾ ഒക്കെ പോവും. പിന്നെ നിങ്ങൾ പറയുന്നത് നിന്നെ പോലെ ലുക്കാവും, എടോ ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജന്മനാ കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മളുടെ ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ കിട്ടും. പിന്നെ നമ്മുടെ മുഖത്ത് വരുന്ന ഡാർക്ക് സ്പോട്ട്, കണ്ണിൻ്റെ ഇവിടെ. എന്റെ ബ്രാൻഡിൽ തുടങ്ങിയത് ലൈസൻസ് ഉണ്ടോ ഇല്ലെന്ന് നിന്നെ തെളിയിക്കേണ്ട ആവശ്യമില്ലട മോനെ. അത് ഞാൻ തെളിയിക്കേണ്ടോടെയും കൊടുത്തിട്ടുണ്ട്. എന്റെ ബ്രാൻഡിൽ ഞാൻ ഇത്രയും 2 ലക്ഷം സബ് നിൽക്കണവിടെ ഞാൻ പബ്ലിക്കായിട്ട് എന്റെ ബ്രാൻഡ് ഇറക്കണമെങ്കിൽ ഞാൻ അതിന്റെ പിന്നിൽ കാസർഗോഡ് പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിന്നെ തെളിയിക്കേണ്ട ആവശ്യമില്ലടാ. തെളിയിക്കേണ്ട രീതിയിലെ ലൈസൻസും കാര്യങ്ങളും വേറുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ടടാ. പിന്നെന്തിനാടാ ഞാൻ ബോധ്യപ്പെടുത്തേണ്ട മോനെ? ഓക്കെ, ആദ്യം നിന്റെ നല്ല ഐഡിയിൽ നിന്റെ അക്കൗണ്ടിൽ വന്ന് എനിക്ക് കമന്റ് ഇടടാ മോനെ, എന്നിട്ട് നീ സംസാരിക്കടാ. ഇത് ദുബായ് പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിനകത്തുള്ള ലൈസൻസ് ഒക്കെ കാസർഗോഡുള്ള ആ ടീമിനുണ്ട്. എനിക്ക് 10% ഇത് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ആൾ പറയുന്നത്. എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഷാജിദ ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവിലൂടെ തെറി വിളിക്കുന്നതോ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നതോ ഒന്നല്ല. സ്കിന്നിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായ ആളുകൾ കേസ് കൊടുക്കും, അകത്ത് കിടക്കേണ്ടി വരും. നമ്മൾ വിചാരിക്കുന്ന അത്തരത്തിലുള്ള കോൺസിക്വൻസസും ആയിരിക്കത്തില്ല ഇതിൻ്റെ അവസാനം. എന്തായാലും ഷാജിദ ഒന്നെങ്കിൽ ഇതിന് പ്രോപ്പറായിട്ടുള്ള ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാരണമെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റുകളും അതുപോലെ ലൈസൻസും ഒക്കെ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ 999 രൂപ എന്നൊക്കെ പറയുന്ന ആ ഒരു ക്രീമിന് ഈ ഒരു എമൗണ്ടൊക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു കഴുത്തറപ്പാണ്. അതുപോലെ തന്നെ ഇത് ലാബ് സർട്ടിഫൈഡ് ആണെന്നും അല്ലല്ലോ. നോ സൈഡ് എഫക്ട്സ് എന്ന് നമ്മുടെ ഷാജിദ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വിശ്വസിക്കായിരിക്കും അല്ലേ. എന്തായാലും ഇനിയെങ്കിലും ഈ വെല്ലുവിളിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. ഈ കണ്ണി കാണുന്നവരെല്ലാം കർണമടിച്ച് പൊട്ടിക്കാൻ നടക്കുന്ന അത്ര നല്ല സ്വഭാവമൊന്നും അല്ല. ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കുക. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ കയ്യിലില്ലേ, അതിനകത്ത് നല്ല നല്ല കണ്ടന്റുകൾ എടുത്തിട്ട് നല്ലതുപോലെ മുന്നോട്ട് പോവുക. ഈ പറയുന്ന പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് അവരവരുടെ ഡ്യൂട്ടിയല്ലേ ചെയ്യുന്നത്, അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. ഇപ്പോൾ ഷാജിദ അതിനുള്ള കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ അവർ ഷാജിദ വിമർശിക്കുന്നത്, അത് മനസ്സിലാക്കുക. ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. എന്തായാലും ഷാജിദ പുതിയ വെല്ലുവിളികളുമായിട്ട് മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.